എന്തിനാണ് സാർ ഒന്നാം റാങ്ക് എന്നാണ് മനോരമ ചോദിക്കുന്നത്. കേരള PSC റാങ്ക് ലിസ്റ്റുകൾ ഒന്നാം റാങ്ക് നേടിയിട്ടും നിയമനം ലഭിക്കാത്ത ലിസ്റ്റുകൾ അവസാനിക്കുന്നു എന്നാണ് മനോരമയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. വായനക്കാർക്ക്, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഈ വാർത്ത വേദനാജനകമായി തോന്നാം, സ്വാഭാവികം. എന്നാൽ ഇതിൽ മനോരമ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാളെ പോലും നിയമിച്ചിട്ടില്ലെങ്കിൽ പട്ടികയുടെ കാലാവധി നീട്ടുമെന്നാണ് PSCയുടെ അറിയിപ്പെന്ന്. ആ ഉറപ്പ് നൽകുന്നത് PSCയുടെ റൂൾ 13 ആണ്. ഉദ്യോഗാർത്ഥികളുടെ താല്പര്യം പരിഗണിക്കാനായി നിലനിൽക്കുന്ന നിയമമാണ് റൂൾ 13. റൂൾ 13ന്റെ പ്രധാന ഉദ്ദേശം റാങ്ക് ലിസ്റ്റുകൾ യാന്ത്രികമായി കാലഹരണപ്പെടുന്നത് തടയുക എന്നതാണ്. ഒരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഒരാളെയും നിയമന ശുപാർശ നൽകിയില്ല എങ്കിൽ പോലും ലിസ്റ്റ് 3 വർഷം വരെ നിർബന്ധമായി നിലനിർത്തണമെന്ന് ഈ നിയമം പറയുന്നു. ഇത് മാത്രമല്ല, 3 വർഷം പിന്നിട്ടിട്ടും ഒരു ഉപദേശവും നടന്നില്ല എങ്കിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഉപദേശം ലഭിക്കുന്നത് വരെ അല്ലെങ്കിൽ അധികമായി ഒരു വർഷം വരെ ലിസ്റ്റ് തുടരാൻ കമ്മീഷന്റെ നിയമപരമായ ബാധ്യതയും ഉണ്ടാക്കുന്നു. ഒരു റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായും നിർജീവമായി മാറി പരീക്ഷാ പ്രക്രിയ തന്നെ അർത്ഥശൂന്യമാക്കുന്നത് തടയുന്ന ശക്തമായ സംരക്ഷണ വ്യവസ്ഥയാണ് റൂൾ 13. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പക്ഷം ഉപദേശത്തിനുള്ള സാധ്യത നിലനിർത്തുകയും ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടാതിരിക്കാൻ നിയമപരമായ ഒരു കവചമൊരുക്കുകയും ചെയ്യുന്നതാണ് റൂൾ 13. അതായത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയും സ്ഥാനാർത്ഥികളുടെ അവസരങ്ങളും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ മനോരമ പറയുന്നത് പോലെ ലിസ്റ്റ് കാലഹരണപ്പെടുന്നു എന്ന പേടി അനാവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം, മനോരമ വാർത്തയിൽ പറയുന്ന ഉറുദുവും സോഷ്യോളജിയും ഒരാളെ പോലും അഡ്വൈസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിലും ഫിലോസഫിയിലും ഒരാളെ വീതം അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടും DA LV കാൻഡിഡേറ്റിനെയാണ് അഡ്വൈസ് ചെയ്തത്. അപ്പോൾ ഒരാളെ പോലും നിയമിച്ചിട്ടില്ല എന്ന വാർത്തയും തെറ്റല്ലേ മനോരമേ?